ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതാ കണ്ടു നോക്കിക്കുക, 2 കിലോ ചെമ്മീനാണ്. 2 കിലോ ചെമ്മീൻ ഞാൻ എടുത്ത് ഇതുപോലെ വൃത്തിയാക്കി ക്ലീനാക്കി എടുത്തുകൊണ്ട് വന്നതാണ്. ഇതിൽ നമുക്ക് എന്താണ് ചെയ്യണം? ചെമ്മീൻ ബിരിയാണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത്, ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ, 1 ടീസ്പൂൺ നാരങ്ങ ജ്യൂസും കൂടെ അതിലോട്ട് ചേർത്ത്, 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ മസാല ആക്കി അങ്ങ് വയ്ക്കാം. ചെമ്മീൻ മസാല ഇതുപോലെ വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ 10 മിനിറ്റ്. പിന്നെ 2 കപ്പ് അരി ഞാൻ ഇതുപോലെ വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചേക്കാണ്. നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒനിയൻ ഫ്രൈ ആക്കണം. ഞാൻ ഒരു ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ആക്കാനാണ്, നമുക്ക് ബിരിയാണിയിൽ ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ചെയ്യുന്നത്. നമ്മുടെ ഫ്രൈ ഒനിയൻ ഇവിടെ തയ്യാറായി. ഇതുപോലെ ഗോൾഡൻ കളറിൽ വേണം കോരി എടുക്കാനായിട്ട് കേട്ടോ. ഇത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി കളർ വരും. അപ്പോൾ നമുക്ക് കോരി മാറ്റി കൊടുക്കാം. ഇതിലോട്ടൊരു പ്ലേറ്റിലോട്ട് നമുക്ക് കോരി മാറ്റി കൊടുക്കും. നമുക്ക് മസാല ആക്കാൻ, ചെമ്മീൻ മസാല ആക്കാൻ പോവുകയാണ്. അപ്പം ആദ്യം ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കാം. ബട്ടർ കരിയാതിരിക്കാനാണ് ഒരു അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ബട്ടർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 50 ഗ്രാം ബട്ടറിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീന് കൊടുക്കാം. എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചിട്ട് കൊടുത്ത് ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഓവർ ഫ്രൈ ഒന്നും വേണ്ട. അത് നമുക്ക് കോരി മാറ്റി കൊടുക്കാം. ഇത് കോരി വേറൊരു പാത്രത്തിലോട്ട്, ആ ഇരുന്ന പാത്രത്തിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം. ആ ഫിഷ് സോസ് നോക്കണം. ആ ഫിഷ് സോസ് 2 സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചതച്ചാണ് എല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ ഇനി അടുത്തത് നമുക്കൊരു 3 തക്കാളി ഞാൻ ഇത് കൂടിപ്പോയി. ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കും. ഒരു 5 മിനിറ്റ് മൂടി. മസാല തക്കാളിയൊക്കെ ഇവിടെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അതിലോട്ട് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബിരിയാണി മസാല, ഇത് ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് ഞാൻ കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ജീരകം ചെറുതും വലുതും 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ചെമ്മീനിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ബിരിയാണിക്ക് ഓവർ മസാല വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് നിങ്ങൾ ചേർത്തോ. ഞാൻ ഓവർ മസാല ചേർക്കില്ല, കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കോരി മാറ്റി വെച്ച ചെമ്മീൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കേ, പുതിനയും കുറച്ച് പുതിനയും മല്ലിയിലയും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ട, കുറച്ച് മതി. ബാക്കി നമുക്ക് കുറച്ച് മാറ്റി വെച്ചേക്കാം. കുറച്ച് പുതിനയിലും മല്ലിയിലയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. അടുത്ത നമുക്ക് ചോറ്റിന് വെള്ളം കൊടുക്കാം. ബിരിയാണിയുടെ വെള്ളം തിളക്കാറായി വരുന്നുണ്ട്. ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുരുമുളക് എല്ലാം കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ബിരിയാണിയുടെ ചോറാണല്ലോ, ഉപ്പിട്ട് കൊടുക്കാം. 1 2 3 2 പരിയുണ്ട് എനിക്ക്. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി തട്ടി കൊടുക്കാം. 2 കപ്പ് ബസ്മതി അരി ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, കണ്ടല്ലോ. നമ്മളെ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു 90%, ഒരു 85% കുക്കൊക്കെ ആവാവും. 10% കുക്ക് എപ്പോഴും നമുക്ക് സ്റ്റീമിൽ കിടന്നുകൊണ്ട് ആവാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഊറ്റി മാറ്റാൻ പോവുകയാണ്. ഇതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഞാൻ ഊറ്റി മാറ്റി കൊടുക്കുന്നു. ബിരിയാണിയുടെ മസാല, ബിരിയാണി നമ്മൾ ദമ്മിലിടാൻ പോവുകയാണ്. കണ്ടല്ലോ, ചോറും എല്ലാം തയ്യാറായി. കുറച്ച് നമുക്ക് മസാല ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. മല്ലിയില വീണ്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതിലോട്ട് നമുക്ക് തട്ടി കൊടുക്കാം. ചോറ് മൊത്തം ഈ ചെമ്മീൻ ഇതിൻ്റെ മുകളിലോട്ട് ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ഓണിയൻ നല്ല ടേസ്റ്റാണ്. ഫ്രൈ ഓണിയൻ ആഡ് ചെയ്തെടുത്ത് പിന്നെ നമുക്ക് കുറച്ച് ഫുഡ് കളർ, മഞ്ഞ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ള കലക്കി, അത് ഇതിൻ്റെ സൈഡിലോട്ട് ഒന്നൊന്ന് ഇട്ടിട്ട് കൊടുക്കാം. വേണ്ട, മഞ്ഞ ഫുഡ് കളറാണ് ഇത് ബിരിയാണിക്ക്. കണ്ടല്ലോ, സ്റ്റീമിൽ ഇട്ടേക്കാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സർവ് ചെയ്യാം. വരിമക്കളെ, നമ്മളെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ചെമ്മീൻ ബിരിയാണി നമുക്ക് സർവ് ചെയ്യണ്ടേ? തുറന്ന് നോക്കിയാലോ. വാ, കണ്ടോ, വാ, അടിപൊളിയായിട്ട്. നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് കോരി മാറ്റി കൊടുക്കണം കേട്ടോ. ഈ ചെമ്മീൻ നമുക്കൊന്ന് കോരി മാറ്റി കൊടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് തട്ടി കൊടുക്കാം. ഇതൊന്നും ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. നമുക്ക് ചോറ്റിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ചെമ്മീൻ അങ്ങോട്ട് മാറ്റി കൊടുക്കാം. സർവ് ചെയ്യണേ കാണിച്ചു തരാം കേട്ടോ. ചെമ്മീൻ കുറച്ച് ഞാൻ അങ്ങോട്ട് മാറ്റി, ഇവിടുന്ന് കുറച്ച് കറിയില്ലാത്ത ചോറും കൂടെ ഇതിലോട്ട് ഒന്ന് അല്പം എടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ. എന്തിനാണ്? നമുക്ക് മുകളിൽ ഒരു ഡിസൈനിങ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്, ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് ഞാൻ മാറ്റി. ഓക്കെ, അതാണ്ട ചെമ്മീനും ചെമ്മീനും കുറച്ച് ചോറും മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാം, നമുക്ക് പാത്രത്തിൻ്റെ മുകളിലിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു പാത്രത്തിലോട്ട് ഈ ചോറ് നമുക്കൊന്ന് തട്ടി കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചോറൊന്ന് തട്ടി കൊടുക്കാം. തട്ടി കൊടുക്കുമ്പോൾ എല്ലാം കൂടെ ചെമ്മീനും അടി കിടക്കുന്നതും മുകളിൽ കിടക്കുന്നതും എല്ലാം കൂടി മിക്സ് ആവാം. ഇത് മിക്സ് ആക്കാനാണ് ഞാൻ തട്ടി കൊടുത്തത് കേട്ടോ. അതുകൊണ്ട് നമ്മളെ ചെമ്മീനൊക്കെ ഇങ്ങനെ ഫ്രൈ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. കാണിച്ചു തരാം നമുക്ക്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ചെമ്മീൻ ബിരിയാണി. നോക്കിക്കേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ മസാലകളും ഈ അടിയിൽ കിടക്കുന്നത്, മുകളിൽ കിടക്കുന്നത് എല്ലാം നമുക്കിത് ഇതിൻ്റെ മുകളിലോട്ടായി വരും. അത് അടിയിൽ കിടന്ന ചെമ്മീനൊക്കെ കണ്ടാൽ ഇതുപോലെ നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് ഞാൻ സർവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയൊക്കെ ചോറൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളൊക്കെ അങ്ങ് ക്ഷമിച്ചോളൂ കേട്ടോ. വലിയ പണിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ. ഇനി ഇതിലോട്ട് ഒരു കാസറോളിനകത്ത് ഞാൻ സർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കിയോളൂ, ഇത് ഞാൻ ഇവിടെ സർവ് ചെയ്ത് കൊടുക്കുന്നു. ചെമ്മീനൊക്കെ പടപടാ വീഴാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെമ്മീനൊക്കെ വേണം. ഇതിനേക്കാളും വേറൊരു പാത്രം എടുക്കുന്നത് കിട്ടേ. ഈ പാത്രം ചെറുതായി, ഞാൻ എടുത്തത് ഈ പാത്രം ഒന്ന് ചെറുതായി പോയി കേട്ടോ. ചെമ്മീൻ അവിടെയൊക്കെ ഉണ്ട്. ചെമ്മീൻ അതൊക്കെ അവിടെ കിടക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടാണ് മതി. ഞാൻ ചോറ് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ മാറ്റി വെച്ച ചെമ്മീൻ
ഈ ചോറ്റിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ട, ഈ ചോറ്റിൻ്റെ മുകളിലോട്ട് നമ്മൾ മാറ്റി വെച്ച ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് കോരുമ്പോഴത്തേക്ക് ഈ ബിരിയാണി, ഈ റൈസും ഈ ചെമ്മീനും എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടും. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അടിയിൽ പോയാൽ പിന്നെ ഇത് ചെമ്മീൻ തിരഞ്ഞെടുക്കാൻ ഭയങ്കര പാടാണ്. കണ്ട, അങ്ങോട്ട് ഇനി നമ്മൾ മാറ്റി വെച്ച ചോറുണ്ടല്ലോ, ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് വിതറി കൊടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് ഈ ചെമ്മീൻ്റെ മുകളിലോട്ട് ഈ ചോറ് നമ്മൾ മുകളിലെ ചോറ് കോരിയല്ലോ, ആ ചോറ് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ചെമ്മീനും നമുക്ക് കാണാം. കണ്ട, നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ചെമ്മീനും കാണാം, എല്ലാം കാണാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് അപ്പോൾ ചെമ്മീൻ ബിരിയാണിയാണ് നമുക്ക് ക്ലിയർ ആവുകയും ചെയ്യും. നോക്കിക്കേ, കണ്ടല്ലോ എല്ലാ സ്ഥലങ്ങളിലും ചോറുമായി. ഇനി പാത്രം ഒന്ന് വൃത്തിയാക്കി ലെവലാക്കി എടുത്താൽ മതി. ബിരിയാണി റെഡിയായി. ഇനി പാത്രം ഒന്ന് ലെവലാക്കി എടുക്കുക, വൃത്തിയാക്കി എടുക്കുക. കണ്ടല്ലോ ചെമ്മീൻ ബിരിയാണി. നമുക്ക് അതിൻ്റെ മുകളിൽ ഫ്രൈ ഒനിയൻ, ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഒനിയൻ ഉണ്ടല്ലോ, ചോറ്റിൻ്റെ മുകളിലിട്ടതിൻ്റെ ബാക്കി ഒനിയൻ നമുക്ക് ഈ ചോറ്റിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ട, ചോറ്റിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് കണ്ടല്ലോ, നിങ്ങൾ കണ്ടോക്കി കണി ഇങ്ങനെ ഉണ്ടെന്ന്. പൊളിയായില്ലേ ചെമ്മീൻ ബിരിയാണി? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്. കണ്ടല്ലോ, നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും.